ഇന്നൊരു കാറിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. വെറുമൊരു കാറല്ല, 30 കൊല്ലക്കാലം ഇന്ത്യൻ റോഡുകളിൽ രാജാവായി വിലസിയ ഒരു കാർ, അംബാസഡർ. എങ്ങനെയാണ് ആ കാർ ഉണ്ടായത്, എങ്ങനെയാണ് ആ കാർ ഇല്ലാതായത്, അതാണ് നമ്മളിന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ കാർ സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഈ കാറിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യുക, ഏതൊരു ഇന്ത്യക്കാരൻ്റെ സ്വപ്നമായിരുന്നു ഇത്. ഞാനിന്ന് പറയാൻ പോകുന്ന കാറിൻ്റെ മുഴുവൻ പേരാണ് ഹിന്ദുസ്ഥാൻ അംബാസഡർ. കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ് എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഹിന്ദുസ്ഥാൻ അംബാസഡർ. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് വെറും ഒരു കാറ് മാത്രമല്ല, ഇതൊരു പ്രണയമാണ്. എത്രയോ സഹോദരി സഹോദരന്മാർ എത്രയോ കാലത്തോളം ആ കാറിൻ്റെ മുൻ സീറ്റിലിരിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ടാ. എത്രയോ ആളുകളെ ഈ കാർ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകാം. അംബാസഡർ കാർ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾക്കും അതേസമയം തന്നെ വലിയ വലിയ ബിസിനസ് ടൈക്കൂണുകൾക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ അതേസമയം തന്നെ സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും ഈ കാർ പ്രിയപ്പെട്ടതായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കാരണം ഇതിൻ്റെ വില, ഇതൊരു സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ളതായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്നതിനും അപ്പുറം ചില കാര്യങ്ങളുമുണ്ട്. അംബാസഡറിൻ്റെ പിന്നിലുള്ള കഥ, അതിലേക്ക് നമുക്ക് കിടക്കാം. ഈ കഥ തുടങ്ങുന്നത് 64 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 1956 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷനിൽ നിന്നും അവരുടെ 2 കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശം വാങ്ങി. മോറിസ് ഓക്സ്ഫോർഡ് 1ഉം മോറിസ് ഓക്സ്ഫോർഡ് 2ഉം. അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അതിനോടൊപ്പം അവർ സ്വന്തമായി 2 കാറുകൾ കൂടി നിർമ്മിച്ചു, ഹിന്ദുസ്ഥാൻ 10ഉം ലാൻഡ് മാസ്റ്ററും. പിന്നീടാണ് അത് സംഭവിക്കുന്നത്. മോറിസ് ഓക്സ്ഫോർഡ് 3 എന്ന കാറിനെ 1958 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഹിന്ദുസ്ഥാൻ അംബാസഡറാക്കി മാറ്റി, ചെറിയ ചില മാറ്റങ്ങളോടുകൂടി. അന്നുവരെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ച കാറുകളിൽ വെച്ച് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായതുമായ കാറാണ്